നമുക്കപ്പം ഹരി കൂടി തുടരുന്നുണ്ട്. ഹരി, ഈ രണ്ട് ചെറുപ്പക്കാരുടെയും അവസ്ഥ കുറച്ച് ഗുരുതരമായിരുന്നു. ഇടി കിട്ടുന്ന സമയത്ത് കാലൊടിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാതെ അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവർ അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മണിയമ്പിള്ള രാജു ചെയ്തത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വലിയ നിയമ നടപടികൾ മണിയമ്പിള്ള രാജു നേരിടേണ്ടി വരും. ഒന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ലൈസൻസ് റദ്ദാക്കുന്നത് മാത്രമല്ല, വണ്ടി ഓടിച്ചു പോയാൽ 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ പോലും കിട്ടും. ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, അത് ഒട്ടും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. പോലീസും അത് തന്നെയാണ്. അതായത് ഈ അപകടം എന്ന് പറയുന്നത് അപകടനില തരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല. കല്ല് പൊട്ടലുണ്ട്, തുടയിൽ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയാൻ കഴിയില്ല. അത് തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അപകടമുണ്ടായി. ആ അപകടമുണ്ടായ ശേഷം ആ വാഹനം നിർത്താതെ, അതായത് നമുക്ക് ദൃക്സാക്ഷി വിവരണത്തിൽ നിന്ന് അടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചു ദൂരമെങ്കിലും ആ ബൈക്കുമായി കാർ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപകടമുണ്ടായ ശേഷം ആ വാഹനം ഒന്ന് നിർത്തി അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും നോക്കാതെ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഒന്നിലധികം നമ്പറുകളുണ്ട് മണിയമ്പിള്ള രാജുവിന്. ആ നമ്പറുകളിൽ ഒന്നും തന്നെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. വീട്ടിൽ 2 തവണ പോയി. ആ 2 തവണ ചെന്നപ്പോഴും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. വാഹനവും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഈ അപകടമുണ്ടാക്കിയ വാഹനവും വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളും അതിനുശേഷം കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് എന്തായാലും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയുണ്ട്. കാരണം ഈ അപകടമുണ്ടായ ശേഷം അതൊരു കേസായി മാറുകയും അതിൽ ഒരു വൈദ്യപരിശോധന നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടെത്തണമെങ്കിൽ അടിയന്തരമായി തന്നെ അത്തരത്തിൽ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് അല്ലെങ്കിൽ അക്കാര്യം മറികടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവാം ഒരുപക്ഷെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അപകടമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഈ ട്രിവാൻഡ്രം ക്ലബിന്റെ തൊട്ടിപ്പുറത്ത് പോലീസ് ആസ്ഥാനമാണ്, സംസ്ഥാന പോലീസ് ആസ്ഥാനമാണ് ഇതിന്റെ തൊട്ടടുത്ത്. അതിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വെച്ചുണ്ടായ ഒരു അപകടമാണ്. തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. റോഡിൽ മറ്റ് തിരക്കുകളില്ല ഈ സമയത്ത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഉണ്ടായ ഒരു അപകടം. അപ്പോൾ ഒരുപക്ഷെ അലക്ഷ്യമായി ഏതെങ്കിലും രീതിയിൽ അമിത വേഗതയിലോ അല്ലെങ്കിൽ മദ്യപിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെ ഈ വാഹനം ഓടിച്ച വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്തായാലും വൈദ്യപരിശോധന അടക്കമുള്ള എല്ലാ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി, ഒളിച്ചോടുന്നതിന് വേണ്ടി ഇന്നലെ രാത്രിയിൽ തന്നെയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, അത് മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകൾ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അത് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും റദ്ദാക്കുന്ന തരത്തിലുള്ള വകുപ്പുകളാണ്. അതിൽ മോട്ടോർ വാഹന വകുപ്പിന് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും. അതുകൂടാതെയാണ് ഈ അലക്ഷ്യമായി വാഹനം ഓടിച്ച് പൊതുജനങ്ങളുടെ ജീവന് ആപത്തുണ്ടാക്കത്തക്ക വിധത്തിൽ പെരുമാറുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ്. എന്തായാലും ഇതിൽ ഈ വകുപ്പുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. പോലീസിനെ സംബന്ധിച്ച് ഇന്നലെ ഈ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസും ശ്രമിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും വേണം. അത് പ്രത്യേകിച്ചൊരു നടനല്ലേ, അദ്ദേഹം മാതൃകാപരമായി പെരുമാറേണ്ട ആളല്ലേ. ഒരു നടൻ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനോട് കൊടുക്കുന്ന ഒരു മെസ്സേജ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. വാഹനം തട്ടാനും ഇടിക്കാനും മുട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. വാഹനം ഇടിക്കുകയും ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ വാഹനം ഇടിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ പെട്ടെന്ന് തന്നെ വാഹനം സൈഡിൽ നിർത്തുക, ഇറങ്ങി അപകടത്തിൽ പറ്റിയ ആളെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കുക, എന്നിട്ട് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. അതല്ലാതെ വണ്ടി ഇടിച്ചു എന്ന് കരുതി പരിഭ്രാന്തനായ വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മണിയമ്പിള്ള രാജുവിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. ഒന്ന്, നാട്ടുകാർ മൊത്തമായി, അതല്ലെങ്കിൽ നാട്ടുകാരറിയും, അത് വേറെ കാര്യം. പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ താങ്കളുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല എന്നുള്ളതാണ്. മണിയമ്പിള്ള രാജുവിന് ഭയന്നാണ് താൻ പോയത് എന്നൊക്കെയാണ് മണിയമ്പിള്ള രാജു പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭയന്നു പോകേണ്ട ഒരു കാര്യമല്ല. വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരെ ആശുപത്രി കൊണ്ടു. ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആദ്യം സമാധാനം പറയും മണിയമ്പിള്ള രാജു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ.